നമസ്കാരം. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തിലെ സുപ്രീം കോടതി ഇടപെടൽ കണ്ടില്ലെന്ന് നടിച്ച മുന്നോട്ട് പോവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തു പറഞ്ഞാലും വിവാദമാകുമെന്ന് കണ്ട് മൗനം പാലിക്കുകയാണ് അവർ. നവോത്ഥാന മതിൽ തീർത്ത CPM പുരോഗമന നിലപാട് സ്വീകരിച്ചാൽ കാന്തപുരം എതിരാകും. മുസ്ലിം ലീഗും കോൺഗ്രസും സമസ്തയ്ക്കൊപ്പം നിന്നാൽ ഇരട്ടത്താപ്പ് പറഞ്ഞ് BJP മുതലെടുക്കും. തൽക്കാലം വാമൂടി രക്ഷപ്പെടാനാണ് നേതാക്കളുടെ തീരുമാനം. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വീണ്ടും ഇടപെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മൗനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചാൽ തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടത് വലത് മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമായ നിലപാടെടുത്താൽ മതിയെന്നാണ് നേതാക്കളുടെയും തീരുമാനം. എന്നാൽ ഗത്യന്തരമില്ലാതെ പ്രതികരിക്കേണ്ടി വന്നാൽ ഏകപക്ഷീയമായ പ്രതികരണം നടത്താതിരിക്കാനും നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കും. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നത് APEK സുന്നി വിഭാഗങ്ങളാണ്. കേരളത്തിലെ പ്രബല വോട്ട് ബാങ്കായ ഇക്കൂട്ടരെ പിണക്കാതിരിക്കാനാണിപ്പോൾ CPM അടക്കം വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയുടെ ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് പിന്നാലെ സുന്നി ആരാധനാലയങ്ങളിലും സ്ത്രീ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്നത് സുന്നി മതവിഭാഗങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. നിലവിൽ AP വിഭാഗം സുന്നികളുടെ പിന്തുണ LDFന് ലഭ്യമാകുമെന്ന സാഹചര്യം നിലനിൽക്കെ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന നിലപാടിലാണ് CPM. പള്ളികളിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ EK സമസ്തയുടെ നിലപാടിനൊപ്പം തന്നെയാണ് നേരത്തെ മുതൽ മുസ്ലിം ലീഗ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ വിശ്വാസികളാണ് അഭിപ്രായം പറയേണ്ടതെന്നും അവിശ്വാസികൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും നേരത്തെ കോടിയേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു. സുന്നി ആരാധനാലയങ്ങളിലും സ്ത്രീ പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് കോടിയേരി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദാണ് രംഗത്ത് വന്നത്. എന്നാൽ നിലവിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സമസ്തയെ തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം പരസ്യമായി എടുത്താൽ ഇത് RSS BJP ദേശീയ തലത്തിൽ തന്നെ ലീഗിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമെന്ന കണക്കുകൂട്ടലും ലീഗിനുണ്ട്. നേരത്തെ ലീഗ് പതാകയെ പാകിസ്ഥാൻ പതാകയായി ചിത്രീകരിച്ചതും രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിനാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിലപാടുകൾ പറയുന്നത് സൂക്ഷിച്ചു വേണമെന്ന് നേതാക്കളോട് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇന്നലെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും വഖഫ് ബോർഡിനും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനും നോട്ടീസ് അയച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ വിധി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഹർജിയിൽ വാദം കേൾക്കുന്നതെന്നും പരിഗണിച്ചതെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, അബ്ദുൽ നസീർ എന്നിവരടങ്ങിയ ബെഞ്ച് 7 എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. ഇന്ത്യയിലെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടനയുടെ 14, 15, 21, 25, 29 തുടങ്ങിയ അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി പൂനെ സ്വദേശികളായ മുസ്ലിം ദമ്പതിമാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രമുഖ അഭിഭാഷകൻ അശുതോഷ് ദുബെയാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിരുന്നത്. പൂനെയിലെ മുഹമ്മദിയ ജുമാ മസ്ജിദിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്ന് കാണിച്ചാണ് ഇവർ ഹർജി നൽകിയത്. സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും പള്ളിയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാനാകില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.